നമസ്കാരം. ഒഴിയിലൊടുക്കത്തിൻ്റെ 185 മുതലുള്ള വെൺപാകളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലൗകികന്മാർ ജ്ഞാനികളെ തങ്ങളുടെ അതേ നിലവാരമുള്ളവരാണെന്ന് കരുതി അവരുമായി ഇടപഴകാൻ ശ്രമിക്കുന്നു എന്നും, എന്നാൽ അത് ജ്ഞാനികളുമായി അവർക്കൊരിക്കലും ലൗകികന്മാർക്ക് ഒരേ നില ഉണ്ടാകുന്നില്ല എന്നും, ജ്ഞാനികൾ അങ്ങനെയുള്ള ലൗകികരെ പ്രത്യേകിച്ച് ഗൗനിക്കാറില്ല എന്നും നമ്മൾ കണ്ടു. ഇന്ന് ലൗകികന്മാർ ജ്ഞാനികളെ ആകർഷിക്കാൻ ശ്രമിച്ചാലും അവരതിന് വശംവകരാകത്തില്ല എന്ന് നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, ഒഴിയിലൊടുക്കം എന്ന ഗ്രന്ഥം മഹാജ്ഞാനിയായ കണ്ണുടെ വെള്ളലാർ എഴുതിയതാണ്. അദ്ദേഹം മഹാത്മാവായ തിരുജ്ഞാന സംബന്ധരുടെ ശിഷ്യരായിരുന്നു. എന്നാൽ ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രസിദ്ധമല്ലായിരുന്നു. ശ്രീനാരായണ ഗുരു ഒരു ദിവസം കല്ലടയാറ്റിൽ കൂടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് തൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരായ മറവൂർ ഭാസ്കരൻ നായർ തുടങ്ങിയവർക്ക് ഈ ഗ്രന്ഥത്തെ ഉപദേശിക്കുകയും അവരിത് കുറിച്ചെടുക്കുകയും അങ്ങനെ ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രസിദ്ധമായി തീരുകയും ചെയ്തു. നമുക്കാദ്യം ഈ വെൺപ ഒന്ന് നോക്കാം, അതിനുശേഷം ഇതിൻ്റെ അർത്ഥത്തെ ചിന്തിക്കാം. കുമ്പിട്ടും കീർത്തിത്തും കോടി ഉപചാരം വമ്പിട്ട ഭക്തി വലൈ വഴിയെ നമ്പുവരോ ഊണാദിവാദനൈകൾ ഒன்றாതെ അപ്പെരുമൈ വീണേ വിളയ്ക്കുമെനിൻ. കുമ്പിട്ടും കീർത്തിത്തും. സാധാരണ ആൾക്കാർ ജ്ഞാനികളെ കുമ്പിടും, അവരെ പ്രകീർത്തിക്കും. കോടി ഉപചാരം വമ്പിട്ട ഭക്തി വലൈ വഴിയെ, ഭയങ്കര ഭക്തന്മാരാണെന്ന് കാണിക്കും. കോടി ഉപചാരം സമർപ്പിക്കും. എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്ത് വൈരാഗ്യം വന്നതുകൊണ്ടോ ജ്ഞാനം കിട്ടാൻ വേണ്ടിയോ അല്ല. എന്തെങ്കിലും ഈ ജ്ഞാനിമാരുടെ പ്രസാദം കൊണ്ട് എന്തെങ്കിലും ഭൗതിക സുഖം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കൊട്ടെ എന്ന് വിചാരിച്ച് ഈ ലോകത്തിൽ ഇച്ഛയും ആഗ്രഹവുമുള്ള ലൗകികന്മാർ ജ്ഞാനികളുടെ പിറകെ കൂടി അവരെ ആകർഷിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ഒക്കെ ശ്രമിക്കും. നമ്പുവരോ ഊണാദി വാദനൈകളൊன்றாതെ അപ്പെരുമൈ. പക്ഷെ അവരാണെങ്കിലോ ഊണാദി വാദനൈകൾ, അതായത് ആഹാരം, വസ്ത്രം എന്നീ വാസനകൾ പോലും വിസ്മരിച്ച് ബ്രഹ്മത്തിൽ ആനന്ദിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ഈ ഭൗതിക കാര്യങ്ങളെ തീരെ ഗൗനിക്കുന്നില്ല. അങ്ങനെയുള്ള ഈ ലോകത്തിലെ അടിസ്ഥാനമായ സൗകര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ എന്ത് കഴിക്കും, എന്തുടുക്കും, എവിടെ കിടക്കും, അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ആൾക്കാരുടെ ചിന്തകൾ. അങ്ങനെയുള്ള സാധാരണ അടിസ്ഥാന ചിന്തകൾ പോലും ഇല്ലാതെ ബ്രഹ്മത്തിൽ രമിച്ചിരിക്കുന്ന ഈ ജ്ഞാനികളെ തങ്ങൾക്ക് ചില ചില്ലറ പരിപാടികൾ ചെയ്ത് അവരെ തങ്ങളുടെ ലൈനിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് ലൗകികന്മാർ വൃഥാ തെറ്റിദ്ധരിക്കുന്നു. അപ്പെരുമൈ വീണേ വിളയ്ക്കുമെനിൻ. അപ്പോൾ അവരുടെ ഈ വിൺവാക്കുകളും അവരുടെ ഉപചാരങ്ങളിലൊന്നും ജ്ഞാനികൾ വീഴാറില്ല. അവർക്ക് ഇതുമൂലം ജ്ഞാനികൾ ഈ ലൗകികന്മാരെന്തെങ്കിലും നമസ്കരിച്ചെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപചാരം സമർപ്പിച്ചെന്നോ എന്ന് വെച്ച് പ്രത്യേകിച്ച് അവർക്കൊരു പെരുമയുമില്ല. ഇവർ മാനിച്ചു എന്ന് വെച്ച് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രത്യേകതയില്ല. ഇനി ഈ നാട്ടുകാർ അദ്ദേഹത്തിനെ
ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താലും അതിൽ പരിഭവമില്ല. അങ്ങനെ ഈ ലോകത്തിലെ ഗതികളെ പൂർണ്ണമായിട്ടും തള്ളി ബ്രഹ്മതത്പരന്മാരായി ജീവിക്കുന്ന ഈ ജ്ഞാനികളെ ഈ ഭൗതിക വാസനകളാൽ ആകൃഷ്ടരായ ഈ ലൗകികന്മാർക്ക് അവരുടെ വശത്തേക്ക് വൃഥാ ഉപചാരങ്ങളൊക്കെ സമർപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് നടക്കുന്ന കാര്യമല്ല എന്നാണ് ഈ വെൺപാ നമ്മോട് പറയുന്നത്. കരുമം ത്രിവിധത്തിൽ കെട്ടവിഴും കാലം അരവും തവളയും പോലാകി ഇരുതലയിൽ കൊള്ളിയെറുമ്പാ ഉടുമ്പേ കുറ്റാകി തോറ്റുമെനിൻ ഉളിനരും ഊരുമെന്നാകും. അപ്പോൾ കരുമം ത്രിവിധത്തിൽ കെട്ടവിഴും കാലം, കർമ്മങ്ങളെല്ലാം ഒഴിഞ്ഞ് ത്രിമലങ്ങളും നീങ്ങി, ആണവമലം, അവിദ്യ എല്ലാം മാറി സ്ഫുടമായിട്ട് തൻ്റെ സ്വരൂപം അനുഭവിച്ച് അവിഴും കാലം തൻ്റെ പാശം അഴിഞ്ഞുപോയി തൻ്റെ സ്വരൂപം ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ അങ്ങനെ ആനന്ദിക്കുന്ന ആളുകൾക്ക് അരവും തവളയും പോലാകി, ഈ ശരീരത്തെ അവർ കാണുന്നത് അരവും തവളയും പോലാകി, പാമ്പും തവളയും പോലെയാണ്. അപ്പോൾ പാമ്പ് എപ്പോഴും എന്ത് ചെയ്യും? തവളയെ കണ്ടാൽ പിടിച്ചു തിന്നാൻ ശ്രമിക്കും. അതുപോലെ തൻ്റെ സ്വരൂപം അരുളാണ്, അറിവാണ് എന്ന് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഈ ശരീരം എന്ന് പറയുന്നത് തൻ്റെ അറിവിനെ ഭക്ഷിക്കാൻ വരുന്ന ഒരു വസ്തു പോലെയാണ് അവരതിനെ കാണുന്നത്, ഈ ശരീരത്തെ. അതുകൊണ്ട് ഈ ശരീരത്തെ അവരൊട്ടും തന്നെ തൻ്റെ സുഹൃത്താണ് അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ടതാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. തൻ്റെ ഇൻട്രസ്റ്റിന് വിപരീതമായൊരു സാധനം, അരവും തവളയും പോലെ, പാമ്പും തവളയും പോലെ വിരുദ്ധമായിരിക്കുന്ന ശത്രുതാഭാവമുള്ള രണ്ട് കാര്യങ്ങൾ. ഏതുപോലെ ഇരുതലയിൽ കൊള്ളി എറുമ്പ ആ ഉടമ്പേ, ഒരു കൊള്ളിയുടെ അറ്റത്ത് രണ്ടറ്റത്തും തീ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു ഉറുമ്പിരിക്കുകയാണ്. ആ ഉറുമ്പിന് എങ്ങോട്ട് പോകാൻ പറ്റും? അങ്ങോട്ട് പോയാലും തീ, ഇങ്ങോട്ട് പോയാലും തീ. അപ്പം അത് പെട്ടുപോയി. കാരണം രണ്ടറ്റത്തും, ചുള്ളിയുടെ രണ്ടറ്റത്തും തീ പിടിച്ചു. അപ്പോൾ അതുപോലെ താൻ ഈ ശരീരത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന വിചാരമാണ് ജ്ഞാനികൾക്കുള്ളത്. അവർ ഈ ശരീരത്തെ സുഖപ്പെടുത്തി അതിൽ ആനന്ദിച്ച് കളയാം. അത് തൻ്റെ ഒരു ഭോഗസാധനമാണ്, അല്ലെങ്കിൽ എനിക്ക് ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ആയതനമാണ് ഈ ശരീരം. അങ്ങനെ ഒരു വിചാരം അവർക്കില്ല. കൊള്ളി എറുമ്പാ ഉടമ്പേ, അപ്പം അതുപോലെ ഈ കൊള്ളിയിലിരിക്കുന്ന ഉറുമ്പിൻ്റെ അവസ്ഥ പോലെയാണ് അവർ ഈ ഉടമ്പിനെ, ഈ ശരീരത്തെ കാണുന്നത്. കൂറ്റാകി തോറ്റുമെനിൻ ഉളിനരും ഊരുമെന്നാകും. അപ്പോൾ ശരീരത്തെ എതിർകൂറായിട്ട്, തൻ്റെ വിപരീതമായ ഒരു കൂറായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ കരുതുന്നവർക്ക് ഉളിനരും ഊരും, അതായത് തൻ്റെ ഭക്തന്മാരിന്നതാണ്, എൻ്റെ ഊരിന്നതാണ്, അങ്ങനെയുള്ള യാതൊരു വിധമായ വ്യത്യാസവും ഇങ്ങനെയുള്ള ജ്ഞാനികൾക്കില്ല. അപ്പം ജ്ഞാനികളെയൊക്കെ കണ്ട് സാധാരണ ആൾക്കാർ വന്ന് ഇത് എന്നെ നമ്മ ഊരിലുള്ള ആൾ, ഇത് നമ്മ ജാതിക്കാരൻ, ഇത് നമ്മ കുടുംബക്കാരൻ, ഇത് എൻ്റെ ചാർച്ചക്കാരൻ എന്നൊക്കെ വിചാരിച്ച് ജ്ഞാനികളുടെ അടുത്ത് കൂടും. അവർക്ക് ഞാൻ ഇന്ന ദേശത്ത് ജനിച്ചെന്നോ, ഇന്ന ജാതിയിൽ പിറന്നെന്നോ, ഇന്ന കുലത്തിൽ പിറന്നെന്നോ ഉള്ള ഒരു അഭിമാനവും അവർക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരോട് ഇവർ പ്രത്യേകിച്ച് ഒരു മമതയും
എൻ്റെ ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരോടൊന്നും ഒരു മമതയും ജ്ഞാനികൾ കാണിക്കാറില്ല. കാരണം തൻ്റെ ശരീരത്തോട് പോലും അവർ എതിർകൂറായിട്ട്, കൂറ്റാകി തോറ്റുമിനിൻ എതിർകൂറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ശരീരം കൊണ്ടുണ്ടായ ബന്ധുക്കൾ, സ്ഥലം, കുലം, ജാതി, വീട്, ഇവയൊക്കെ തീർച്ചയായും അവർ ഗൗനിക്കുന്നതേ അല്ല, എതിർകൂറായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഭക്തന്മാർ തെറ്റിദ്ധാരണ നിമിത്തം ഇത് നമ്മുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് കൂടാനും അവർക്ക് ഉപചാരങ്ങൾ സമർപ്പിക്കാനും ഒക്കെ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ വെറുതെ വൃഥായാണ് എന്ന് ഈ വെൺപ നമ്മെ കാട്ടിത്തരികയാണ്. പിറവാത യോനി പിറந்து പിറന്തെല്ലാം അറിവാൽ നാനെன்று അറിയാ അറിവൈ അറിந்து மீனண்ட வழி பருந்தின் குஞ்சாய் பிறந்தவர்கள் ஏன் பார்ப்பார்பின். അപ്പോൾ പിറവാത യോനി പിറந்து പിറന്തെല്ലാം, അപ്പോൾ എന്തെല്ലാം യോനികളിൽ നമുക്കറിയാം 84 ലക്ഷം തരം യോനികളാണ് ഈ ലോകത്തുള്ളത്. അങ്ങനെയുള്ള ഈ പല പല യോനികളിൽ പലതരത്തിലുള്ള ജന്മങ്ങളെടുത്ത്, വണ്ടായിട്ടും മാനായിട്ടും മീനായിട്ടും കുരങ്ങായിട്ടും ഒക്കെ എടുത്ത്, പശുവായിട്ടും ഒക്കെ എടുത്ത് എത്രയോ കാലം ഇങ്ങനെ ഈ ലോകത്ത് ജീവിച്ചു. പിറവാത യോനി പിറന്ന് പിറന്നല്ല, അങ്ങനെ പിറന്ന് ഒരുപാട് ജനന ദുഃഖവും മരണദുഃഖവും ഒക്കെ അനുഭവിച്ചു. എന്നിട്ടോ അറിവാൽ നാനെன்று അറിയാ അറിവൈ, അറിവ് കൊണ്ട് ഞാൻ ആരാണ് എന്ന് അറിയാൻ പറ്റുന്ന ഒരു ജന്മം, അതായത് മനുഷ്യജന്മം ലഭിച്ചു. അപ്പോൾ മനുഷ്യജന്മത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഇത്രയും 54 ലക്ഷം യോനികളുള്ളതിൽ സത്യത്തെ അറിയാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ അറിയാൻ പറ്റുന്ന ഒരു ജീവിതമാണ് മനുഷ്യജന്മം. അപ്പോൾ ദേവജന്മത്തിലും സത്യത്തെ അറിയാനായിട്ട് അവസരമുണ്ട്. പക്ഷേ ദേവജന്മത്തിൽ ഭോഗങ്ങളും സുഖങ്ങളും അധികമായതുകൊണ്ട് സാധാരണ അവിടെ വൈരാഗ്യം ഉണ്ടാവുകയില്ല. വേണമെന്ന് വെച്ചാൽ ദേവന്മാർക്കും പറ്റും. പക്ഷെ മനുഷ്യജന്മത്തിൽ സുഖദുഃഖ സമ്മിശ്രമായതുകൊണ്ടും ഈ ലോകത്തിൻ്റെ നശ്വരത വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടും ആളുകൾക്ക് വിവേക വൈരാഗ്യങ്ങൾ ഉണ്ടാവാൻ എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് സത്യാനുഭവവും ആത്മജ്ഞാനവും ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അനുകൂലമായ സാഹചര്യമുള്ളത് മനുഷ്യജന്മമാണ്. അങ്ങനെയുള്ള ഈ മനുഷ്യജന്മത്തിൽ അറിവാൽ നാനെன்று അറിയാ അറിവൈ അറിந்து മീനണ്ട വഴി പരുന്തിൻ കുഞ്ചായി, ആദ്യം മീനായിട്ട് കിടന്ന് മുട്ടയിൽ ജനിച്ച് 4 വിധത്തിലുള്ള ജീവികളാണല്ലോ ഉള്ളത്. അണ്ടജം, സ്വേദജം, ഉദ്ഭിജം, ജരായുജം. അപ്പോൾ ആദ്യം മുട്ടയിൽ നിന്ന് ജനിച്ചു, മീനായിട്ടിങ്ങനെ ജീവിച്ചു. പിന്നെ ആ മുട്ട തന്നെ പക്ഷിയുടെ മുട്ടയായി പറന്നു നടന്നു. അങ്ങനെ അവസാനം മനുഷ്യജന്മം ലഭിച്ചു. പിറന്നവർകൾ ഏൻ പാർപ്പാർപ്പിൻ. അങ്ങനെ ആ ജന്മങ്ങളിൽ അവസാനം മനുഷ്യ യോനിയിൽ ജനിച്ച് സത്യത്തെ അറിയാനായിട്ട് തുറവിയായി, സന്യാസിയായി സത്യത്തെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അവസരം ലഭിച്ച് ജ്ഞാനനിഷ്ഠ നേടാൻ കഴിഞ്ഞ ആളിൻ്റെ മാഹാത്മ്യമാണ് ഈ വെൺപായിൽ കാട്ടിയിരിക്കുന്നത്. മാനായിട്ടും മീനായിട്ടുമൊക്കെ ജീവിച്ച് നമ്മൾ മലയാളത്തിലും കണ്ടിട്ടുണ്ട്. പലതരത്തിലുള്ള ജീവജാലങ്ങളെല്ലാം ഒരേ ഈശ്വരൻ്റെ ഭാവമാണ്. ഇങ്ങനെ നാനായോനികളിൽ പിറക്കുന്ന ജീവജാലങ്ങളൊക്കെ എല്ലാം ഈശ്വരൻ്റെ അംശം തന്നെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. മീനായതും ഭവതി മാനായതും ജനനി
നീ നാഗവും നഖഖം താനായതും ധരനദീനാരിയും നരനു മാനാകവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുമീ ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. ഇപ്പോൾ ഈ ലോകത്ത് മാനായിട്ടും മീനായിട്ടും പാമ്പായിട്ടും മനുഷ്യനായിട്ടും ഒക്കെ ഇങ്ങനെ ജനിച്ച് മരിച്ച് ജീവിക്കുന്നതിനിടയിൽ ഇതെല്ലാം ഈശ്വരൻ്റെ ഭാവമാണ്, ഇതെല്ലാം ഒരേ സത്യത്തിൻ്റെ പ്രകട രൂപങ്ങളാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് അവസരം കിട്ടുന്ന ജന്മമാണ് മനുഷ്യജന്മമെന്ന് പിറന്നവർകൾ ഏൻ പാർപ്പാർപ്പിൻ ഈ തുറവി സ്വീകരിച്ച് സത്യത്തെ അറിഞ്ഞ് മനുഷ്യജന്മം സാർത്ഥകമാക്കാൻ കഴിയുമെന്ന് ഈ വെൺപ നമ്മെ ഉപദേശിക്കും.